സിസ്റ്ററെ, ഈ നീറ്റ് യുജിയുടെ എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കൊച്ചാണ് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതിന്? ചേച്ചി, പുതിയ NDAയുടെ അപ്ഡേറ്റ് പ്രകാരം വിദ്യാർത്ഥികൾ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയും അപ്പാർ ID എടുക്കുകയും ചെയ്യണം. അല്ല ശ്രീ, ആധാർ കാർഡ് നീറ്റും തമ്മിൽ എന്താ ബന്ധം? അതായത് കഴിഞ്ഞ നീറ്റ് എക്സാമിൽ വന്ന ക്രമക്കേടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് NDA ഇത്തവണ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾ അവരുടെ SSLC സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആധാർ കാർഡ് അവരുപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സണൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ അപ്പാർ കാർഡ് എന്താ സംഭവം? അപ്പാർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ സ്കോളർഷിപ്പ്, ബാങ്ക് ക്രെഡിറ്റ്, പരീക്ഷാ ഫലങ്ങൾ, ഇങ്ങനെ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സമഗ്ര റെക്കോർഡാണ് അപ്പാർ കാർഡ് എന്ന് പറയുന്നത്. ഇത് ലഭിക്കാനായിട്ട് രക്ഷിതാവിൻ്റെ സമ്മതപത്രം അതാത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും സ്കൂൾ അധികൃതർ അപ്പാർ കാർഡ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ലഭിക്കുന്ന അപ്പാർ കാർഡ് വിദ്യാർത്ഥികൾ അവരുടെ ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ടുമായി അപ്ഡേറ്റ് ചെയ്യുകയും വേണം. നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ രജിസ്ട്രേഷനും പരീക്ഷയുടെ മറ്റു കാര്യങ്ങൾക്കും ആധാർ കാർഡും ഒപ്പം അപ്പാർ കാർഡും ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് NDA നേരത്തെ ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്.